CPIM ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിൽ വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. കാരണം ഒരു തവണ കോർപ്പറേഷൻ CPIM ഭരിച്ചിട്ടുണ്ട്. അന്ന് PK രാഗേഷിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഭരിച്ചത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് CPIM നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നു. കാരണം UDFൻ്റെ അഴിമതി ഭരണമാണെന്ന് അവർ ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് വെത്തിലപ്പള്ളി ഡിവിഷനിലാണ്. ഇവിടെ K ഷഹറാസാണ് ഇവിടെയുള്ള LDFൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം CPIMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റ് 3 സ്ഥാനാർത്ഥികളുമുണ്ട് LDFൻ്റെ. ആദ്യം തന്നെ ഷഹറാസിലേക്ക് വരാം. ഇത്തവണ CPIM വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും CPIM ഇടതുപക്ഷ മുന്നണി വലിയ പ്രതീക്ഷ തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ വെക്കുന്നത്. കാരണം ഇത്തവണ LDF കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കും. ഇത്രയും കെടുകാര്യസ്ഥതയും അഴിമതിയും നിറഞ്ഞ മറ്റൊരു കോർപ്പറേഷനില്ല. ഈ കോർപ്പറേഷനകത്തുള്ള ജനങ്ങളാകെ അത് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി കോർപ്പറേഷൻ ഭരണം മാറണമെന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാം സ്ഥാനാർത്ഥികളാണ്. സിറ്റി മേഖലക്കകത്തുള്ള 6 സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിൽക്കുന്നത്. സ്ഥാനാർത്ഥികൾ വോട്ടും അഭ്യർത്ഥിച്ച് വീടുകളിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ലീഗുകാരും കോൺഗ്രസ്സുകാരെല്ലാം പറയുന്നത് ഈ അഴിമതി ഭരണം അവസാനിക്കണം എന്നാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഉറച്ച പ്രതീക്ഷയിലാണ് ഇത്തവണ കോർപ്പറേഷൻ LDF ഭരിക്കും അല്ലേ? താണ ഡിവിഷനിലെ 46 ഡിവിഷൻ. പേര് ഷാനവാസ്. ചൊവ്വ 45 അനിൽകുമാർ. പഠന 41 റീത്ത ഫെർണാണ്ടസ്. അർക്കൽ 44 അസീമ റസി. 43 നീർച്ചാൽ ഡിവിഷൻ ഫാസില ബീവി. ഇവരൊക്കെയാണ് ഷഹറാസ് നയിക്കുന്നതല്ലേ? അല്ലേ, ലീഡറുടെ കീഴിൽ ഇങ്ങനെ നയിച്ച് വരികയാണ്. സ്വാഭാവികമായിട്ടും ഇത്തവണ LDF പ്രത്യേകിച്ച് CPIM ഇവിടെ ഈ കണ്ണൂർ കോർപ്പറേഷനെതിരെ അഴിമതിയൊക്കെയാണ് ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. ഭരണം, അതിൻ്റെ കെടുകാര്യസ്ഥത ഒക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ജനങ്ങൾക്കിടയിലേക്ക് എത്രമാത്രം ആഴത്തിലെത്തിയിട്ടുണ്ടെന്നുള്ളത് നല്ല രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കുകയാണ്. കാരണം ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പടന്ന ഡിവിഷൻ വിത്തേച്ച് മത്സരിക്കുന്ന ആ പഠനക്കകത്താണ് ഇപ്പോൾ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി എന്നുവെച്ചാൽ 40 കോടിയുടെ പദ്ധതിയാണ് 140 കോടിയാക്കി ഇഷ്ടക്കാർക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി കോർപ്പറേഷൻ അധികാരികൾക്ക് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ളത്. അത് നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പൊതുവിൽ കോർപ്പറേഷൻ്റെ ഈ കെടുകാര്യസ്ഥതയെക്കുറിച്ച് നല്ല ചർച്ചയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഡിവിഷനിലെ വീടുകളിലേക്ക് പോകുമ്പോൾ വളരെ പാവപ്പെട്ട കുടുംബങ്ങൾ, ഒരു തുണ്ട് ഭൂമിയില്ലാതെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ സർക്കാരാണെങ്കിൽ ഈ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 6 ലക്ഷം വീടുകൾ ലൈഫ് മിഷനിലൂടെ പാവങ്ങൾക്ക് കൊടുത്തു. പക്ഷേ അത്തരം എന്തെങ്കിലും ഒരു സംവിധാനം ഭൂമി കണ്ടെത്തി സർക്കാരിനെ ഏൽപ്പിക്കുന്നതിനോ ലൈഫ് മിഷനിലൂടെ വീടുകൾ പണിയുന്നതിന് വേണ്ടിയോ ഒരു നടപടിയും ഈ കണ്ണൂർ കോർപ്പറേഷൻ എടുത്തിട്ടില്ല. ഈ കേരളം വളരെ ഓരോ കാര്യത്തിനും ലോകത്തിന് മാതൃകയായി മാറുകയാണ്. കാരണം ഏത് മേഖല എടുത്താലും കേരളം നമ്പർ 1 ആണ്. ആ കേരളത്തോടൊപ്പം എത്താൻ കണ്ണൂർ കോർപ്പറേഷന് സാധിക്കുന്നില്ല എന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ മുഴുവൻ ആളുകളും തിരിച്ചറിയാണ്. ഈ സിറ്റിക്കകത്ത് എവിടെ നോക്കിയാലും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. എത്രയോ വർഷങ്ങളായി സ്കൂളുകളിലേക്ക് പോകുന്ന റോഡുകൾ, അതുപോലെ മദ്രസയിലേക്ക് പോകുന്ന റോഡുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന വർഷങ്ങളായി. എന്തെങ്കിലും ചെയ്യാൻ, കാരണം ഭരിക്കുന്നത് UDF ആണ്, വാർഡ് കൗൺസിലർ UDF ആണ്. അതിൻ്റെ ഭാഗമായി അവർക്കെല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. പല തെരുവ് വിളക്കുകളും ഇങ്ങനെ എല്ലാ സ്ഥലത്തും കാണാം വിളക്കുകൾ, പക്ഷെ രാത്രി ആയാൽ ഒന്നും പ്രകാശിക്കില്ല. ഇതാണുള്ളത്. തെരുവ് നായ ശല്യമാണെങ്കിൽ വളരെ ഭീകരമാണ്. കുട്ടികളെ മദ്രസയിലേക്കും സ്കൂളിലേക്കും അയക്കുന്നതിന് രക്ഷിതാക്കൾ ഭയപ്പെടുകയാണ്. അപ്പോൾ ഇതെല്ലാം വോട്ടായി മാറും. നമ്മൾ വോട്ട് അഭ്യർത്ഥിച്ച് പോകുമ്പോൾ ആളുകൾ പറയുകയാണ് ഇത്തവണ മാറ്റം വേണം, LDF വരും, എല്ലാം ശരിയാവും. കണ്ണൂർ ഇത്തവണ LDF ശരിയാക്കും. LDF ശരിയാക്കും. അതിലൊരു തർക്കവുമില്ല. ഭൂരിപക്ഷത്തോടു കൂടി കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ LDF ഭരിക്കും. ഏകദേശം എത്ര സീറ്റാണ് ലക്ഷ്യം? 30-ലധികം സീറ്റ് കിട്ടും ഇത്തവണ. ഒരു തർക്കവും വേണ്ട, ഉറപ്പാണ്. എല്ലാവരും ഉറപ്പിക്കല്ലേ? ഇത് K ഷഹറാസാണ്, കണ്ണൂർ CPIMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഇത്തവണ ഈ ഡിവിഷനിൽ വെത്തിലപ്പള്ളി ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാണ്. ഒപ്പം തന്നെ 6 സ്ഥാനാർത്ഥികളും പിന്നെ ഷഹറാസും എന്നുള്ളതാണ്. ഇവർ ഉറപ്പിച്ച് പറയുകയാണ് ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിൽ LDF വരും, എല്ലാം ശരിയാക്കുമെന്നുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.